റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടറിന് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പറുകൾ ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി സംശയം. കേസിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ആളുകളുമായി ഗൂഢാലോചന നടന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻകൂർ ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യം സംബന്ധിച്ചാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറയുന്നത്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത്. സാനിയോ മനോമി ചേരുന്ന വിശദാംശങ്ങളുമായി. സാനിയോ, ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ പ്രവചനം നടത്തിയതല്ല, മറിച്ച് വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു, ഒരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണോ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്? അങ്ങനെ തന്നെയാണ് വിനിത ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. അതായത് വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള ഒരു സംശയമാണ്. ചോദ്യപേപ്പർ ചോർച്ച അത് നടന്നിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. അതായത് വെറും ഒരു കെമിസ്ട്രി അധ്യാപകൻ മാത്രമായ ഷുഹൈബിന് മറ്റു വിഷയങ്ങളിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് പ്രവചിക്കാൻ കഴിയുന്നത്? മാത്രമല്ല, പുതിയ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ അതേപടി തന്നെ ഷുഹൈബിന്റെ ചാനലിൽ MS സൊല്യൂഷൻസിന്റെ പേരിൽ തലേ ദിവസം തന്നെ പ്രക്ഷേപണം ചെയ്യുകയാണ്. അതെങ്ങനെയാണ് സാധ്യമാവുക? കാരണം പുതിയ പാറ്റേണുകൾ ഇദ്ദേഹം പറയുന്നത് മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പർ നോക്കി ഏകദേശം പ്രഡിക്ഷൻ നടത്തുകയാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, പുതിയ പാറ്റേണുകൾ പോലും കൃത്യമായി അദ്ദേഹം ഈ ചോദ്യം വിശദീകരിക്കുന്ന സെഷനുകളിൽ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ചോദ്യപേപ്പറുകൾ ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് പകർത്തി നൽകിയത് എന്നുള്ള ഒരു സംശയം, അതിനുള്ള റാക്കറ്റ് അടക്കം പ്രവർത്തിക്കുന്നു എന്നുള്ള സംശയമാണ്. കേസിൽ വലിയ ഗൂഢാലോചന നടന്നതായാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ ആളുകൾക്ക് തന്നെ, അതായത് പുറത്തുനിന്നൊന്നല്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ആളുകൾ, അത് ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മുതിർന്ന ഓഫീസുകൾ, അവിടെ നിന്ന് ഏറ്റവും താഴേക്കിടയിൽ വരെ സ്കൂൾ ടീച്ചർമാർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുള്ളതായി സംശയിക്കുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. കൂടാതെ പ്രതിക്ക് കൂടുതൽ പേരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമായി ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കഴിയില്ല, കൂടുതൽ ആളുകളുടെ സഹായം കിട്ടി, അവരെക്കുറിച്ചൊക്കെയും അന്വേഷിക്കണമെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പറയുന്നത്. പ്രതി തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യം കൊടുക്കരുത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നായിരുന്നു ഷുഹൈബിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം, അത് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ഈ ഒരു റിപ്പോർട്ട് കോടതി എത്രമാത്രം കണ്ട് പരിഗണിക്കുമെന്നാണ് അറിയാനുള്ളത്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിന് നേരെ അടക്കം വിരൽ ചൂണ്ടുന്ന, സംശയത്തിന്റെ മുന ചൂണ്ടുന്ന ഒരു റിപ്പോർട്ടാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. വിനിത, മാത്രമല്ല സാനിയ, നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം തേടുമ്പോൾ ഇതൊക്കെ സാധാരണ സംഭവം എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും ആ പ്രതികരണങ്ങൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. കാരണം വീണ്ടും ചോദ്യപേപ്പർ ചോർന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നതാണ്. ഒരു റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ക്രൈംബ്രാഞ്ച് പറയുമ്പോൾ അത് ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു കേസ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഒപ്പം ഇതൊരു യൂട്യൂബ് ചാനലിന്റെ മാത്രം കാര്യമല്ല, ഷുഹൈബ് എന്നയാളോ MS സൊല്യൂഷൻസ് എന്നയാളോ മാത്രമല്ല, കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയിട്ടുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ടല്ലേ? തീർച്ചയായും ആ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതായത് മറ്റു പല സ്ഥാപനങ്ങളും, നേരത്തെ തന്നെ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ മറ്റു പല സ്ഥാപനങ്ങൾക്കെതിരെയും ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ പരാതി കിട്ടിയത് MS സൊല്യൂഷൻസിനെതിരെ ആയതുകൊണ്ട് മാത്രമാണ് MS സൊല്യൂഷൻസിനെതിരെയുള്ള അന്വേഷണം. ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വാക്കിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് അന്വേഷണം MS സൊല്യൂഷൻസിനെയും കടന്നു പോകേണ്ടതുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിന് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലേക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ള കാരണം ഉണ്ടായത്. അത് കോടതി തന്നെ അത്തരത്തിലുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ചോദ്യപേപ്പർ ആർക്ക് വേണമെങ്കിലും പ്രവചിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്തെത്തുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി അടക്കം രംഗത്തെത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. ആർക്കും പ്രവചിക്കാവുന്നതുപോലെ അല്ല ഷുഹൈബ് പ്രവചിച്ചതെന്ന് കൃത്യമായി ഈ റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട്. അതായത് പാറ്റേൺ അടക്കം മാറ്റാതെ, ചോദ്യം പോർഷൻ ഒക്കെ പറയുന്നത് സ്വാഭാവികമാണ്, ഏത് പോർഷൻ വരുമെന്നൊക്കെ സ്വാഭാവികമായും പ്രവചിക്കാൻ കഴിയും. പക്ഷെ ചോദ്യത്തിന്റെ പാറ്റേൺ അടക്കം എങ്ങനെയാണ് ഒരു കെമിസ്ട്രി അധ്യാപകന് ഇംഗ്ലീഷ് പരീക്ഷയുടെയും കണക്ക് പരീക്ഷയുടെയും ഒക്കെ പാറ്റേൺ അടക്കം എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് പിന്നിൽ ഒരു കണ്ണി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ സംശയമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെക്കുന്നത്. വിനിത, സാനിയോ,
അങ്ങനെയെങ്കിൽ അത് ഇന്നലെയും തുടങ്ങിയതായിരിക്കില്ലല്ലോ. നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ ഉള്ളതാണ്. മാത്രമല്ല ഉദ്യോഗസ്ഥരിലേക്ക് കൂടി ഈ ആരോപണം ഉയരുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അത് കർശനമായി തന്നെ കാണണം. അത്തരം നടപടികളിലേക്ക് പോകണം. ഈ ഉദ്യോഗസ്ഥരിലേക്കൊക്കെ തന്നെ അന്വേഷണം പോവുകയും വേണം. അതെ, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ അന്വേഷണം പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല പോലീസ് നിരവധിയായ അധ്യാപകരുടെ മൊഴി എടുത്തിട്ടുണ്ട് എന്നാണ് ഇന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഒരുപാട് അധ്യാപകരുടെ മൊഴി ഇതുമായി എടുത്തിട്ടുണ്ട്. ഷുഹൈബുമായി ബന്ധമുള്ള അധ്യാപകരും ബന്ധമില്ലാത്ത അധ്യാപകരും ഒക്കെയും പലരും മൊഴി തന്നിട്ടുണ്ട്. പലർക്കും പല വിശദാംശങ്ങളും അറിയാമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു പക്ഷേ കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പോലീസ് പുറത്തു പറയുക. പക്ഷേ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്ത് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പിലെ ആളുകൾക്കടക്കം പങ്കുള്ള ഒരു റാക്കറ്റാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനെ ചെറുതായി കാണാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ അടക്കം ചോർന്നു എന്നുള്ള വലിയ പരാതി ഉണ്ടായിരുന്നു. MS സൊല്യൂഷൻസിനെതിരെയും KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ, സൈലം പോലെയുള്ള ആപ്പുകൾക്കെതിരെയും ഒക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ റാക്കറ്റ് ആണെങ്കിൽ അത് വലുതായി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ അന്വേഷണം പോലീസിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് വിദ്യാഭ്യാസ വകുപ്പും ഒരു ഇന്റേണൽ അന്വേഷണം നടത്തിയേ മതിയാകൂ എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഏതായാലും വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. നാളെയാണ് ഈ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. ഇദ്ദേഹം സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നും തെളിവ് നശിപ്പിക്കാൻ പോലും സാധ്യതയുണ്ട് എന്നുമാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സനിയോ, അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത്? കാരണം ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഒരുപക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്ന ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാം എന്നതായിരിക്കുമല്ലേ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം? നേരത്തെ ലുക്കൌട്ട് നോട്ടീസൊക്കെ ഇറക്കിയിരുന്നല്ലോ. മറ്റ് ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്കൊപ്പം അധ്യാപകരെ ഉൾപ്പെടെ അവരിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ തേടേണ്ടതുണ്ടല്ലോ. അക്കാര്യങ്ങളിലേക്ക്, അതായത് ഈ ചോദ്യങ്ങൾ ഷുഹൈബ് ഒറ്റയ്ക്ക് തയ്യാറാക്കിയതാകില്ലല്ലോ. അക്കാര്യങ്ങളിൽ ഏത് രീതിയിലാണ് അന്വേഷണം എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്? അതായത് ഷുഹൈബ് ഒറ്റയ്ക്ക് ചെയ്തതല്ല എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. പ്രതിക്ക് കൂടുതൽ പേരുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ. അത് ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് വിവിധ അധ്യാപകരുടെ മൊഴിയെടുത്തത്. അധ്യാപകരുടെ മൊഴി മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം പോലീസ് പറയുന്നത് ഇനി കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്ക്, അതായത് സംസ്ഥാന തലത്തിൽ തൊട്ടുള്ള ഉദ്യോഗസ്ഥരിലേക്ക് അവരുടെയൊക്കെ മൊഴി എടുക്കേണ്ടതായി ആവശ്യം വരും. അത് എപ്പോഴാണ് എടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് നോട്ടീസ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയും ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരുമായുള്ള റാക്കറ്റ് അടക്കം പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് റിപ്പോർട്ടിലുള്ളത്. അങ്ങനെയെങ്കിൽ അധ്യാപകരുടെ ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കൽ മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ. കൂടുതൽ ആളുകളിലേക്ക് ആ മൊഴിയെടുക്കൽ എത്തേണ്ടതുണ്ട്. ഈ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയുന്നതേ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേവലം ഒരു ക്രിസ്മസ് പരീക്ഷയുടെ 1-2 ചോദ്യപേപ്പറുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ടല്ല ഈ ഒരു കണ്ണി പ്രവർത്തിക്കുന്നത്. ഇത് വലിയൊരു റാക്കറ്റാണ് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടും കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെ അത്തരത്തിൽ തന്നെ കാണുമെന്നാണ് ഈ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാകുന്നത്.